മദ്യത്തെ അഡ്വർടൈസ്മെന്റ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. എന്ന് വെച്ചാൽ അമേരിക്കൻ കൺട്രീസിൽ എല്ലാം തന്നെയും ഈ മദ്യത്തിന്റെ അഡ്വർടൈസ്മെന്റ് നന്നായിട്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അതിലൊരു അടിപൊളി ഒരു അഡ്വർടൈസിങ് മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബ്രാൻഡിങ് നല്ലൊരു ബ്രാൻഡിങ് ആക്ടിവേഷൻ മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഇതൊരു വെൻഡിങ് മെഷീനാണ്. ഈ വെൻഡിങ് മെഷീനിൽ ലൗഡായിട്ട് അലറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബിയർ കിട്ടും എന്നുള്ളതാണ്, ആ കമ്പനിയുടെ ബിയർ. അപ്പോൾ ഒരു അടിപൊളി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇത്. മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും കൂടാതെ തന്നെ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിനെക്കാട്ടിലും ഡബിൾ റീച്ച് ആയിരിക്കും ഉണ്ടാകുക. ആ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന റീച്ചിനെക്കാട്ടിലും എന്ന് വെച്ചാൽ ഫുട്ബോളിനെക്കാട്ടിലും ഡബിൾ ഫുട്ബോൾ അല്ലെങ്കിൽ റീച്ച് ആയിരിക്കും ഈ ഓൺലൈനിൽ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ, എന്തൊക്കെ ഔട്ട്ഡോർ നമ്മൾ അഡ്വർടൈസ് ചെയ്താലും അതിനെടുത്ത് നമ്മൾ ഓൺലൈനിലോട്ടും കൂടെ നമ്മൾ ഇടുവാണെങ്കിൽ അതിന് നല്ലൊരു വേറൊരു റീച്ച് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മീഡിയ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ മീഡിയ പ്ലാനിങ് ഫോളോ ചെയ്യുക. നിങ്ങൾ ആ ഒരു വർഷത്തേക്കുള്ള മീഡിയ പ്ലാനിങ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയ പ്ലാനിങ് റിലേറ്റ് വ്യത്യസ്ത തരത്തിലുള്ള അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെട്ട അവരുടെ പ്രൊഡക്റ്റ് ഒരു ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ബ്രാൻഡ് ആക്ടിവേഷൻ ചെയ്യുവാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് വേറെ ലെവലിലായിരിക്കും റീച്ച് ആകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. താങ്ക് യു.